മോളെ അവനെ ഇറക്ക്. ഇവരെ അറിയുമോ ജഗന്നാഥൻ? ഇവരെയൊക്കെ ഞാൻ എന്തിനാ അറിയുന്നത്? പണ്ടേ ഉള്ള ശീലമാണ് സാർ ഈ ജഗന്നാഥൻ അങ്കിളിന്. അങ്ങ് ഉരുണ്ട് കളയും. ഈ കുത്തിക്കരണം മറിച്ചിലെന്നൊക്കെ പറയും. തകിടം മറിച്ചില്, മറുകണ്ടം ചാടൽ, അങ്ങനെയും ചില പേരുണ്ട് ഇതിന്. പക്ഷേ നല്ലൊരെണ്ണം അങ്ങോട്ട് കിട്ടിയാ എല്ലാം നോർമലാവും. മിസ്റ്റർ ജഗന്നാഥൻ, ഒന്നും ഒളിക്കാൻ ശ്രമിക്കണ്ട. എല്ലാം ഇവള് പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങൾ പറഞ്ഞിട്ടാ ഇവൾ തന്നെ ഫോൺ ചെയ്ത് ഇവിടേക്ക് വരുത്തിയത്. പ്രേരണാ കുറ്റം, ഗൂഢാലോചന, അങ്ങനെ വകുപ്പുകൾ പലതാ. ഇവളോടും ഇവനോടും ഒപ്പം നിങ്ങളെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യുന്നു. പോവാം. ഈ പോലീസ് ലോക്കപ്പും സെൻട്രൽ ജയിലും ഒക്കെ ജഗന് പുത്തരിയൊന്നും അല്ല സാറേ. പക്ഷേ അകത്ത് കിടക്കുന്നതിലാണ് ബുദ്ധിമുട്ട്. അക്കി സാറിനോട് പറയേ. സാർ, കാര്യം ഞങ്ങൾക്ക് ദ്രോഹമൊക്കെ ചെയ്തെങ്കിലും ഈ അങ്കിള് ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട്. കുടുംബപരമായിട്ട് ഞങ്ങൾക്കിടയിൽ ചില തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത് തൽക്കാലം ഞങ്ങൾ തന്നെ തീർത്തോളാം. ദേവി ഇത് ഇയാൾ അറസ്റ്റ് ചെയ്യരുത്. ഞങ്ങൾക്ക് ഇയാളുടെ പേരിൽ പരാതിയൊന്നുമില്ല അല്ലേ? അങ്ങനെയാണെങ്കിൽ ഓക്കെ. പക്ഷേ ഇയാളുടെ പേരിൽ നിങ്ങൾക്ക് പരാതിയില്ലെന്ന് രേഖാമൂലം നിങ്ങൾ എഴുതി തരണം. അത് എഴുതി സ്റ്റേഷനിൽ കൊണ്ടുപോയി ഏൽപ്പിച്ചാൽ മതി. ഓക്കെ സാർ. ഇവരെയൊക്കെ പിടിച്ച് വണ്ടി കയറ്റ്. ഇറക്കടോ. അപ്പൊ ശരി. ഇതായിരുന്നല്ലേ ആ എഗ്രിമെന്റ് തയ്യാറാക്കാനുള്ള പേപ്പേഴ്സ്? കേട്ടോ? ഇനിയും ഇവന്റെ ശൗര്യം അടങ്ങിയിട്ടില്ല. കണ്ടില്ലേ ചീറ്റുന്നത്? ഇനി കൈകാര്യം ചെയ്തേക്കല്ലേ? മേലിൽ ഇയാൾ ആനന്ദ നിലയത്തിന്റെ നേരെ വരരുത്. അരവിന്ദേട്ടാ, തുടങ്ങാം. അരവിന്ദ, വേണ്ട. എന്താ ഏട്ടാ ഇത്? ഇത്തവണത്തേക്ക് കൂടി ഞങ്ങൾ ക്ഷമിക്കുക. ഇനി ആനന്ദ നിലയത്തിലെ പിള്ളേരുടെ അംഗത്തിന് വരരുത്. വന്നാ അന്ന് നിന്നെ കൊന്നു മൂടിക്കളയും. അച്ഛന്റെ പഴയ ഒരു കൂട്ടുകാരനായോണ്ട് മാത്രമാ ഏട്ടൻ ഇത് കിട്ടിയ ഈ ഔദാര്യം. താൻ ഓർത്തോ? അച്ഛനെ ഞങ്ങൾ ഈ വിവരം അറിയിച്ചിട്ടില്ല, ഇനി അറിയിക്കുന്നുമില്ല. അറിഞ്ഞ അച്ഛൻ നിങ്ങളെ ഇരു ചെവി അറിയാതെ പച്ചയ്ക്ക് കത്തിച്ചു കളയും. കൊടുങ്കാട്ടിൽ കൊണ്ടുപോയി പഞ്ചസാരയിട്ട് കത്തിച്ചു കളയും. മനസ്സിലായത് എനിക്ക്? ഓടോ. നീയൊക്കെ ഇപ്പൊ പൊയ്ക്കോ. ഇതുകൊണ്ടൊന്നും ജഗന്നാഥൻ തോൽക്കില്ല. ഏത് പാതിരാത്രിയിലും ഞാൻ വരും, നിന്റെയൊക്കെ അന്തകനായിട്ട്. നിങ്ങളുടെ കുടുംബത്തിനെ ഞാൻ വെറുതെ വിടില്ലടാ. വസുന്ധരയെയും മക്കളെയും ജീവിതകാലം മുഴുവൻ ഞാൻ കരയിക്കും. ഓർത്തോ നീയൊക്കെ? സമാധാനം തരില്ലടാ നിനക്കൊക്കെ ഞാൻ.
ഓടാ. വേണ്ട അരവിന്ദേട്ടാ. മോനെ, നീ ഏട്ടനോട് ക്ഷമിക്കും. ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചു. അതെ, നിന്നെ ഞാനും തെറ്റിദ്ധരിച്ചു. എടാ, നീ ഏട്ടന്മാരോട് പിണങ്ങരുത്. ഏയ്, എന്താ ഇത്? എനിക്ക് ഏട്ടന്മാരോട് പിണക്കോ? നമ്മൾ ഒരു മനസ്സും 3 ശരീരമല്ലേ? അതെ ഏട്ടാ, ഇവൻ നമ്മുടെ കുടുംബത്തെ രക്ഷിച്ചത്. രക്ഷിച്ചത് ഞാനല്ല, ശ്യാമയാ. ശ്യാമയുടെ ബുദ്ധിയത്. ദൈവത്തിന്റെ അദൃശ്യമായ കരം ശ്യാമയ്ക്ക് കരുതലായിട്ടുണ്ട്. ഭഗവാൻ കൃഷ്ണന്റെ കരം. ശ്യാമ കൂടെയുള്ളപ്പോ നമ്മൾ എന്തിനാ പേടിക്കുന്നേ? പോവാം. എന്നാ പോ. അല്ല, അരവിന്ദേട്ടാ പോ. ഇല്ല, ഞാൻ വരുന്നില്ല. ഞാൻ മറ്റൊരു വഴിക്കാം. നിങ്ങൾ വയ്ക്കോ. ആ ശരി. നടന്ന മട്ടുണ്ടല്ലോ. 3 പേരും കൂടി വളരെ ഹാപ്പി ആയിട്ടാണല്ലോ വരുന്നേ. ശ്യാമേ, മോളെ, ശ്യാമേ. ശരി, ഞങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചു. മോളെ, എന്താ ഏട്ടാ? മോളെ ഏട്ടനോട് ക്ഷമിക്കണം. എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. ഞാൻ നിങ്ങളെ വെറുതെ തെറ്റിദ്ധരിച്ചു. ഒരു വലിയ ആപത്തിൽ നിന്നും അഖി എന്നെ ഈ കുടുംബത്തെയും രക്ഷിച്ചു. രക്ഷിച്ചത് ഞാനല്ലെന്ന് പറഞ്ഞതല്ലേ ശ്യാമയാ. ക്രെഡിറ്റ് ഒന്നും ആഗ്രഹിക്കാത്ത ആളാ ശ്യാമ. അതുകൊണ്ട് ഒന്നും ആരും അറിയണ്ട. ശ്യാമയ്ക്ക് ക്രെഡിറ്റ് വേണ്ടെങ്കിലും അവളെ അഭിനന്ദിക്കാനുള്ള അവകാശം നമുക്കില്ലേ? അതുകൊണ്ട് അതെന്താണെന്ന് അറിയണം. അതൊന്നും വേണ്ട എടുത്തി. ഇവളങ്ങ് സൂപ്പർ സ്റ്റാർ ആവാണല്ലോ. ഫാൻസുകാരാണെങ്കിൽ അങ്ങനെ. ഏതായാലും 1-2 ദിവസം നിങ്ങളെ ഞാൻ മുൾമുനയിൽ നിർത്തി. അതിന് മോളോട് ഞാൻ വീണ്ടും വീണ്ടും ക്ഷമ ചോദിക്കുക. അയ്യോ, എന്താ ഏട്ടാ ഇങ്ങനെ? എന്നോട് ഏട്ടൻ ക്ഷമ ചോദിക്കുക? അതെനിക്ക് വലിയ വിഷമാവും. അത് വേണ്ട. ഓരോ ഏട്ടനും അനിയത്തിയും ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും ഒന്ന് ഇറങ്ങിപ്പോയാൽ മതിയായിരുന്നു. എന്താ 3 പേരുടെ മുഖഭാവം കണ്ടിട്ട് എന്തോ ഹാപ്പി ന്യൂസ് ഉണ്ടല്ലോ? ഉണ്ടച്ചാ, ആദ്യേട്ടൻ ആ ദുബായ് കമ്പനിയുമായിട്ടുള്ള ഡീൽ അവസാനിപ്പിച്ചു. അതാണ് ഇന്നത്തെ ഹാപ്പി ന്യൂസ്. അതെങ്ങനെ ഹാപ്പി ന്യൂസ് ആവും? അതൊരു സാഡ് ന്യൂസ് അല്ലേ? ആ കമ്പനി ഒരു തട്ടിപ്പായിരുന്നു വെച്ചാ. ആ ജെനീഷ ഡിക്രൂസ് ഒരു തട്ടിപ്പുകാരിയായിരുന്നു. നമ്മുടെ അഖിയാണത് കണ്ടെത്തിയത്. ജനീഷ് ഇപ്പോ പോലീസ് കസ്റ്റഡിയില്ല. ഓ, അപ്പൊ അവിടെ വരെ ചെന്നെത്തിയോ കാര്യങ്ങൾ?
അതാ ജഗന്നാഥനും മായയും കൂടി ഒരുക്കിയ കെണിയായിരുന്നു അച്ഛാ. ഓരോ പ്രാവശ്യവും തോറ്റു മടങ്ങുമ്പോൾ വിചാരിക്കും ജഗന്നാഥൻ ഇതോടെ നിർത്തുമെന്ന്. എവിടെ, അയാള് പിന്നെയും വരും തോൽക്കാൻ. ഒരു മനുഷ്യനെയും അയാളുടെ കുടുംബത്തെയും സർവനാശം വരുത്തുന്നത് ആനന്ദവർമ്മയുടെ പാരമ്പര്യത്തിന് ചേരാത്തതാണ്. അതാണ് ഞാൻ അവനെ വിട്ടുകളയുന്നത്. പക്ഷേ ഇനിയും എൻ്റെ മക്കളെ അവനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ ജഗന്നാഥനും ഞാനും തമ്മിലുള്ള അവസാനത്തെ കൂടിക്കാഴ്ച നടന്നിരിക്കും. യാത്ര പറഞ്ഞ് ഞാനിങ്ങ് പോരും. പക്ഷേ ജഗന്നാഥൻ അന്ന് തീർന്നിരിക്കും. അതിരിക്കട്ടെ, ആദി അഖിയും തമ്മിലുള്ള വഴക്ക് എപ്പ തീർന്നു? വഴക്കോ? വസു ചോദിച്ചത് കേട്ടില്ലേ? വഴക്ക് എപ്പ തീർന്നെന്ന്. അല്ല, ഞങ്ങള് തമ്മിൽ വഴക്കായിരുന്നെന്ന് അച്ഛനും അമ്മയും എങ്ങനെ അറിഞ്ഞു? ഞങ്ങളൊന്നും അറിയുന്നില്ലെന്നാണോ നിങ്ങൾ കരുതിയത്? നിങ്ങളൊന്ന് ചലിച്ചാ ഞാനതറിയും. ഇതെവിടെ വരെ വരുമെന്ന് കരുതി കാത്തിരിക്കായിരുന്നു ഞങ്ങള്. മക്കളെ, ഇതാണ് ഭാര്യാഭർത്തൃ ബന്ധത്തിന്റെ ശക്തിയും മഹത്വവും സൗന്ദര്യവും. അന്ത്യയ്ക്ക് മുമ്പ് പിണക്കങ്ങൾ അവസാനിപ്പിക്കുന്നവരായിരിക്കണം നല്ല മനുഷ്യർ, പ്രത്യേകിച്ച് ഭാര്യാഭർത്താക്കന്മാർ. ഞാനും നിങ്ങളുടെ അമ്മയും തമ്മിൽ പകൽ പല സൗന്ദര്യ പിണക്കങ്ങളും കണ്ടേക്കാം. പക്ഷേ ഉറങ്ങുന്നതിന് മുമ്പ് അത് പറഞ്ഞു തീർത്തിരിക്കും. അന്ന് ഈ കുടുംബത്തിൽ നടന്ന എല്ലാ കാര്യങ്ങളും വസു എന്നോട് തുറന്നു പറഞ്ഞിരിക്കും. ആദ്യം അഖിലും തമ്മിൽ സ്വരച്ചേർച്ചയില്ലായ്മ തുടങ്ങിയ ആ ദിവസം തന്നെ നിങ്ങളുടെ അമ്മ ആ വിവരം എന്നോട് സൂചിപ്പിച്ചിരുന്നു. അതറിയാൻ വേണ്ടി തന്നെയാ ഞാൻ അന്ന് നിങ്ങൾക്ക് ആഹാരം വിളമ്പി തന്നത്. ഇതെവിടെ വരെ പോകുന്നുവെന്ന് നോക്കി കാത്തിരിക്കുകയായിരുന്നു ഞാനും ആനന്ദേട്ടനും. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഷെയർ ചെയ്തിരിക്കണം. അപ്പോ ആ പ്രശ്നം പരിഹരിക്കപ്പെടും. ഇവിടെ സഹോദരങ്ങൾ തമ്മിൽ സൗന്ദര്യപ്പിണക്കം ഉണ്ടായപ്പോ ശ്യാമ ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ അതിലിടപെട്ട് പരിഹരിച്ചു. വലിയ അനുഭവ സമ്പത്തോ ദാമ്പത്യ ജീവിതത്തിൽ എക്സ്പീരിയൻസോ ഒന്നുമില്ലാത്തവളാണ് ശ്യാമ. എന്നിട്ടും എത്ര കൃത്യതയോടെയാണ് അവൾ അത് പരിഹരിച്ചത്. ഇതിനൊക്കെയാണ് ഞാൻ സ്വഭാവ മഹിമ എന്ന പേരിൽ സർട്ടിഫിക്കറ്റ് നൽകുന്നത്. ഈ പ്രശ്നം വഷളാക്കാൻ നോക്കിയ സ്വഭാവ മഹിമക്കാരും ഇവിടെ ഉണ്ടായിരുന്നു അച്ഛാ. പോട്ടെ, എല്ലാം പരിഹരിക്കപ്പെട്ടില്ലേ? മല പോലെ വന്നത് എലി പോലെ പോയില്ലേ? നിങ്ങളൊന്നും മനസ്സിലാക്കണം. നമ്മുടെ സ്ഥാപനങ്ങളിൽ ഒരു മുട്ടുസൂചി വീണാൽ ഞാനറിയും. വർമ്മ സാറേ, അതുപോലെ ഈ വീട്ടിൽ ഒരു പൊടി വീണാൽ നിങ്ങളുടെ അമ്മയോ അറിയും.
അതെ, ഇപ്പൊ മനസ്സിലായല്ലോ, എല്ലാവരും കരുതി നടന്നോ. അച്ഛനും അമ്മയും CID-കളാണേ. അല്ല, ഒരു പഴഞ്ചൊല്ലില്ലേ, കൂടുമ്പോൾ വളരെ ഇമ്പമുള്ളതാകണം കുടുംബം. ഇവിടെ നമ്മുടെ ഈ സന്തോഷം എന്നും ഇതുപോലെ നിലനിൽക്കണം. ഭഗവാനെ കൃഷ്ണ, കൃത്യസമയത്ത് നീ ഈ വീടിനെ കാത്തു. സഹോദരങ്ങൾ തമ്മില് വഴക്കിട്ട് പിരിയാൻ ഇടവരുത്താതെ നീ അവരെ ഒരുമിച്ച് നിർത്തി. നന്ദി ഭഗവാനെ, നന്ദി. ഈ കുടുംബത്തില് എന്നും ഐശ്വര്യവും സമാധാനവും നിലനിൽക്കണം. അതെപ്പോഴും ഉണ്ട്. അത് അവിടുത്തെ അനുഗ്രഹമാണ്. അതെന്നും ഉണ്ടാവണം. നീ ഞങ്ങളുടെ കുടുംബത്തെ കാത്തുരക്ഷിക്കണേ. ജീവിതത്തിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ചു കഴിഞ്ഞാൽ കൃഷ്ണനോട് നന്ദി പറയണോ അല്ലേ? പിന്നെ നന്ദി പറയണ്ടേ? മനുഷ്യരോട് നമ്മൾ നന്ദി പറയാറില്ലേ? പിന്നെ ഭഗവാനോട് നന്ദി പറഞ്ഞാൽ എന്താ? അത് ശരിയാ. കാര്യം നടന്നു കഴിഞ്ഞാ പിന്നെ ദൈവത്തോട് ആരും നന്ദി പറയാറില്ല. ദൈവത്തിന് അതില് പരിഭവമൊന്നും കാണില്ല. പക്ഷേ നമ്മൾ നന്ദി പറഞ്ഞേ പറ്റൂ. ദൈവം നമുക്ക് എത്രയോ ഉപകാരങ്ങൾ ചെയ്യുന്നത്, എന്തെല്ലാം തരുന്നു. അത് ശരിയാ. കാറ്റ്, വെളിച്ചം, വെള്ളം, ഓക്സിജൻ. ദൈവമേ, ഇതിന് വല്ലതും കാശ് ചോദിക്കാറുണ്ടോ? ഒരു കുപ്പി മിനറൽ വാട്ടർ കടയിൽ നിന്ന് വാങ്ങിയ 20 രൂപ കൊടുക്കണം. എന്നാ ദൈവം തരുന്ന ഈ കോടാനുകോടി ലിറ്റർ വെള്ളത്തിന് 1 രൂപയും കൊടുക്കണ്ട. ശ്യാമേ, ഭഗവാനെ നമുക്കൊന്ന് അലങ്കരിക്കണം. കുറച്ച് ലൈറ്റുകളും പൂക്കളും ഒക്കെ വാങ്ങണം. അതെ, രാമായണ മാസമല്ലേ, നല്ല പ്രാർത്ഥനയൊക്കെ ഇപ്പൊ വേണം. നമുക്ക് കൃഷ്ണന്റെ തിരുമാറിലണിയാൻ പൂക്കൾ വാങ്ങണം. ആവശ്യമുള്ളതെല്ലാം നമുക്ക് മേടിക്കാം. നാളെ നമുക്ക് കടയിൽ പോവാം. ഇനി സ്വപ്നം കണ്ടുറങ്ങാം. ശ്യാമ സ്വപ്നങ്ങൾ കാണാറുണ്ടോ? എന്നും കാണാറുണ്ട്. എന്ത് സ്വപ്ന? ഒരു നദീതീരം. ആ തീരങ്ങളിൽ മുഴുവൻ വെള്ളപ്പൂക്കള് വിരിഞ്ഞു കിടക്കുന്ന പൂമരങ്ങളാ. ആ നദീതീരത്ത് ഞാനും എന്റെ അഖിൽ സാറും. അല്ല, ആ നദി ഏതാ? അതറിയില്ല. യമുന ആയിരിക്കും അല്ലേ? ശ്യാമ കിടന്നു.